കാരണം ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമുള്ളവരുടെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്തയിടത്ത് സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഡയാലിസിസ് യൂണിറ്റ് അനുവദിക്കൽ പ്രഖ്യാപനം എന്നത് ഇപ്പോൾ ഹൈമാക്സ് ലൈറ്റ് അനുവദിക്കും പോലെ ആയിട്ടുണ്ട്. എന്നാൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ പൂട്ടിയോ എന്നൊന്നും ആരും അന്വേഷിക്കുന്നില്ല. വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് സർക്കാർ ആശുപത്രികളിലേക്കൊക്കെ ഡയാലിസിസ് ചികിത്സയ്ക്കായി എത്തുന്നത്. പക്ഷേ നമ്മുടെ ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ആകെ താറുമാറായ അവസ്ഥയാണ്. തലസ്ഥാന ജില്ലയിലെ രോഗികളുടെ പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രങ്ങളിലൊന്നായ ജനറൽ ആശുപത്രിയിൽ നിലവിലുള്ള ഡയാലിസിസ് യൂണിറ്റുകളുടെ എണ്ണം 7. ഇനിയൊരു 5 എണ്ണം കൂടി ഉണ്ടെങ്കിലേ രോഗികളുടെ ദുരിതത്തിന് എന്തെങ്കിലും പരിഹാരമാകൂ. വരുന്ന രോഗികളിൽ ഭൂരിഭാഗം പേരെയും മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുകയാണ് പതിവ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തിയാൽ അവിടുത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മെഷീനുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്, ഉള്ളതിൽ കുറേ എണ്ണം തകരാറിലും. എന്നാൽ ഒരു തകരാറുമില്ലാത്ത നല്ല ഫ്രഷ് ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് വിതുരയിൽ. അതിൻ്റെ അവസ്ഥ കാണാം. തളത്തൂട്ടക്കാവ്, മണലി തുടങ്ങിയ ആദിവാസി മേഖലകളുടെയും പാലോട്, ആര്യനാട്, ബോണക്കാട്, പൊന്മുടി തുടങ്ങിയ മലയോര മേഖലയിലുള്ളവരുടെയും അഭയകേന്ദ്രമാണ് വിതുര താലൂക്ക് ആശുപത്രി. ഇവിടുത്തെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം ഈ വിധമാണ്. ഒക്ടോബർ 26 ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിലെ ഡയാലിസിസ് സെൻ്ററാണിത്. പക്ഷേ ഈ ഡയാലിസിസ് സെൻ്റർ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെങ്കിലും ഇവിടേക്ക് ഒരാൾ ഡയാലിസിസിനായി വന്നാൽ അവസ്ഥ ഇതാണ്. പൂട്ടാണ് നമ്മളെ വരവേൽക്കുന്നത്. 200ഓളം പേര് ഈ ആശുപത്രിയിൽ ആശ്രയിച്ച് ഡയാലിസിസ് നടത്തേണ്ടവരുണ്ട്. ആ ലിസ്റ്റ് പഞ്ചായത്ത് ഈ ഹോസ്പിറ്റലുണ്ട്. അവരെല്ലാം പല സ്ഥലങ്ങളിൽ, നെയ്യാറ്റിൻകരയായാലും നെടുമങ്ങാടും തിരുവനന്തപുരം, പേരൂർക്കട എന്നീ പല സ്ഥലങ്ങളിൽ താമസിച്ച് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം പലരും സമയത്ത് ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മരണപ്പെട്ടവരുമുണ്ട്. നിലവിൽ മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ 31 ജില്ലാ ജനറൽ ആശുപത്രികളിലും 57 താലൂക്ക് ആശുപത്രികളിലും 12 സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലും ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിലാകെ 100 ഡയാലിസിസ് കേന്ദ്രങ്ങളാണുള്ളത്. അവിടെയൊക്കെ 200 കൂട്ടം പ്രശ്നങ്ങളുമുണ്ട്. എങ്ങനെ പ്രശ്നമുണ്ടാകാതിരിക്കും? നമ്മുടെ നാട്ടിലെ സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകളൊക്കെ ഇതുപോലെ പച്ച പിടിച്ച് കിടക്കുകയല്ലേ. ക്യാമറമാൻ രതീഷിനൊപ്പം അമൽ തൻപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.